ഓ അതിൻ്റെ ലുക്ക്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ടൂർ ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ മാംഗ്രൂവ് ടൂറിനാണ് പോകാൻ പോകുന്നത്. എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പോകാൻ അറിയാം. ഫുൾ ടീം നമ്മളുടെ എൻ്റെ പിന്നിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡിയാണോ? ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബോട്ടിൽ കയറിയിട്ട് പല ഏരിയകളിലൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് കണ്ട് ഭംഗി അങ്ങനെ അതാണ് ഇതിൻ്റെ പരിപാടികൾ. ഒരു രസകരമായിട്ടുള്ള ട്രിപ്പാണ് എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് എന്താണ് എങ്ങനെയാണെന്ന് കാണാം. ഈ മാന്ത്രികം സിനിമയിലൊക്കെ കണ്ട പോലത്തെ സ്ഥലങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോണത്. ഓക്കെ, റെഡി? ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? ലങ്കാവി പക്ഷെ ഒരു പ്രാവശ്യം വരാനുള്ള ഉള്ളൂ അല്ലേ? കാരണം നമ്മൾ ഈ കൂടുതലും തിരിച്ചു വരാൻ തോന്നില്ല അല്ലേ? വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അതെ, വൺ ടൈം അത്രേ ഉള്ളൂ. ഇതുപോലെയുള്ള ബോട്ടിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോണത്. കണ്ടോ, അങ്ങനെ വരും. അതിലൂടെ പോയിട്ട് ഈ ഒരു ഫോറസ്റ്റിലൂടെ ഇത് രസമുണ്ടെന്ന് തോന്നാം കേട്ടോ. ഇത് അടിപൊളി പരിപാടിയാണ്. ചേച്ചി അതൊന്നും ഇടൊന്നും വേണം, അത്രയ്ക്ക് മതി. സൂപ്പറായിരിക്കും. ഇതേ കുരങ്ങൻ കയറണുണ്ടോ? ഇതേ ആ വണ്ടി കയറി. ഇല്ല, ഫുഡായിട്ടൊന്നും ഇല്ലല്ലോ. അതൊന്നും കൊടുക്കാണ്ടിരുന്നാൽ മതി. ബാഗുകൾ അവരെടുക്കാനായിട്ടുള്ള ശ്രമം കൂടുതലായിരിക്കും. ഇതൊക്കെ ചെറുത്. ഇതിപ്പോ ആ ബോട്ട് പോയതിന്റെ അല്ലല്ല, ഇനി ഫസ്റ്റ് ഏരിയ. കണ്ടില്ലേ, അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ട്രാവൽ. കണ്ടൽക്കാടും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയയിലൂടെയാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഗുഹ പോലെ അതിൻ്റെ അകത്തുകൂടെ കയറി നമുക്ക് വരാം. അതൊക്കെ ഒരു ഫീലാണ് കേട്ടോ, എക്സ്പീരിയൻസ് തരുന്നുണ്ട്.
ഇനി നമ്മളൊരു ആദ്യം ചെല്ലുന്നത് ഒരുപാട് മീൻ വളർത്തുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ്. സോ പല ടൈപ്പ് മീനുകളുണ്ട്, നമുക്ക് വേണമെങ്കിൽ കാണാം, അതേപോലെ തന്നെ നമുക്കതിനെ തൊടാം, അത് കഴിഞ്ഞാൽ നമുക്കതിനെ ഫീഡ് ചെയ്യാം, അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ പിടിച്ച് തിന്നുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി ആദ്യം പോണത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു വഴികളും, കാരണം മഴ കുറവായതുകൊണ്ടും ചെളി നല്ലോണം ഉണ്ട്, വെള്ളം കുറവാണ് മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ആ ഒരു മീൻ പിടുത്ത കേന്ദ്രത്തിലേക്കാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ചെറിയ ചെറിയ ജീവികളും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, വെള്ളം കുറവായതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവർക്കും ഉണ്ട്. എനിക്ക് കിട്ടി. എന്തൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഏരിയയിലെത്തി. ഇവിടെ ഇങ്ങനെ നമുക്ക് ഫിഷിനെയൊക്കെ അവർ വളർത്തുന്നതൊക്കെ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അത് തന്നെ സംഭവം. ചെറിയ കണ്ടോ, വലിയ ഫിഷും കണ്ടാ. മീൻ വളർത്തൽ കേന്ദ്രം. ഇവിടെ ആക്ച്വലി നമുക്ക് ഫിഷൊക്കെ ഓർഡർ ചെയ്യാം. ലൈവായിട്ട് അവർ ഫിഷ് പിടിച്ച് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഈഗിളിന് ഫീഡ് ചെയ്യുക എന്നുള്ളത്. സോ അത് നമ്മളുടെ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഏരിയ. അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ വണ്ടിയിലുള്ള ഫീഡൊക്കെ അവരതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഈഗിൾ വന്നിട്ട് അത് കൊത്തി തിന്നും. പക്ഷെ ഭംഗിയുള്ളതാട്ടോ, വെള്ളയൊക്കെ ഉണ്ട്. നമ്മൾ ഈ കൃഷ്ണപ്പരുന്തെന്നൊക്കെ പറയുന്ന പോലത്തെ കളേഴ്സും ഒക്കെ ഉള്ള കാണാനൊക്കെ പറ്റും. അങ്ങനത്തെ വെറൈറ്റി കളേഴ്സും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഈഗിൾസാണ്. സോ അതും ഇവിടെ ഒരു പ്രധാനപ്പെട്ടാണ്. ലങ്കാവിയുടെ മെയിൻ ചിഹ്നം തന്നെ ഈഗിളാണ്. സോ അതുകൊണ്ട് അവർക്കതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. I wanna be the best in the game, invest in my name, check no restraints, I'm obsessed with the pain, I ingest, I retain, assess and I change, possessed by the thought I'll be free one day from society's restraints, money, class. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ആ ഏരിയ കാണുന്നത് മുഴുവൻ തായ്ലൻഡാണ്. ഇത് ബോർഡറാണ്, മലേഷ്യയുടെ ഒരു ബോർഡറായിട്ട് വരും. അതിൻ്റെ അപ്പുറത്തേക്ക് തായ്ലൻഡാണ്. അങ്ങോട്ട് ബോട്ടിലൊന്നും പോകാൻ പറ്റില്ല. സോ അങ്ങനെ നമ്മൾ കിലിൻ ജിയോ ഫോറസ്റ്റ് പാർക്ക് അവിടെ എഴുതി വെച്ചാണോ, നല്ല രസമുണ്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കതൊക്കെ എൻജോയ് ചെയ്ത് ആൾക്കാർക്ക് ചുമ്മാ അതൊരു ടൂർ പോലൊരു ഫീൽ, ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. Since I was a boy, so neurotic and chaotic. Built to last with the webs I'm weaving. I could change the past with all I'm achieving. Got my foot on gas, never stop competing. If you break like glass, then this life's gonna eat 'em. Make mistakes real fast, then you learn how to beat 'em. If you take off the cast, you can see all the healing. If the pain's in the past, move on from the grave and put your foot on the gas. No, never stop competing, yeah. I've been doing this
I'm on. സംഭവം നമ്മളൊരു കേവ് ടൂറിനാണ് വന്നിരിക്കുന്നത്. ഒരു കേവിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ഒരു 2 റിങ്കറ്റ് കൊടുക്കണം. 2 റിങ്കറ്റ് കൊടുത്ത് നമ്മൾ അകത്തേക്ക് വിടും. അപ്പോൾ അവിടെ നമുക്കൊരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. നമ്മൾ എടുക്കുമ്പോൾ അത് ഫ്രീ ആണ്. തിരിച്ചു വരുമ്പോൾ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്നു മേടിക്കാം. അതൊക്കെ ഒരു മെമ്മറിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുത്ത് വെറുതെ ഫോട്ടോ എടുത്ത് മേടിച്ചില്ല. ഇതിനു മുമ്പ് ഒരു ഫ്രെയിം മേടിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം മാറുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നു. സംഭവം ഒരു 2 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ എൻട്രി. ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട്. സോ അത് സൂക്ഷിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. സംഭവം ഒരു രസകരമായിട്ട് ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് കുരങ്ങന്മാർ ശ്രദ്ധിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഭീകര കുരങ്ങന്മാർ. നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് പോകാൻ ഒരു വലിയൊരു കേവിൻ്റെ അകത്തേക്ക്. സോ ഇതിൻ്റെ അകത്ത് രസകരമായിരിക്കും എന്ന് തോന്നുന്നു. വിഷ്വൽസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ ഇത് പോവില്ലേ. ഇത് കണ്ടോ, നമ്മുടെ വവ്വാലുകളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. കണ്ടോ, ഫ്ലൈയിങ് മാമൽ. ഇത് മുഴുവനും ഇതാണ് വവ്വാലുകളാണ് കേട്ടോ. അയ്യോ, ടോർച്ചില്ലാണ്ട് പറ്റില്ല അല്ലേ? ആക്ച്വലി ലൈറ്റ് വേണമെന്നോ അല്ലേ? ആ വാങ്ങിക്കണമായിരുന്നു അല്ലേ? ആ ആണോ? പിന്നെ മൊബൈലിൽ ലൈറ്റ് ഉണ്ടോ? അയ്യോ, അവർ ഡു നോട്ട് യൂസ് ഫ്ലാഷ് എന്നാണ് പറയണേ. കണ്ടോ, ഫുൾ വവ്വാലാണ് കേട്ടോ. ഇത് വവ്വാലുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. ലൈറ്റ് ഇട്ട് കണ്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു കേവാണ്. കേവിൻ്റെ അകത്ത് മുഴുവൻ വവ്വാലുകളാണ്. അതിനകത്തൊന്നും കിടക്കും. ഒന്നും കാണാനൊന്നും പറ്റില്ല. കണ്ടോ, ആ ചേട്ടാ, ഞാൻ ഇരിക്കട്ടെ. എന്തിനാ? അതെ, സത്യം കേട്ടോ. ക്ലാസ് മാറ്റിയില്ലെങ്കിലേ പൊങ്ങാറാവുമ്പോ പറയോ? പൊങ്ങിക്കോട്ടെ. അയ്യോ അയ്യോ, ഇടിച്ചാ? ആ, അങ്ങനെ നമ്മൾ അവസാന ദിവസമായ ഇന്ന് ഞങ്ങൾ നമ്മളുടെ ലങ്കാവിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഈഗിൾ, ഇവർക്ക് ഈ പരുന്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രാധാന്യമാണ്. നമ്മൾ പല സ്ഥലത്ത് പോയപ്പോഴും ഈഗിളിന് വേണ്ടിയിട്ട് അവർ ഫുഡ് കൊടുക്കലും പരിപാടികളും ഉണ്ട്. സോ അവരുടെ ചിഹ്നമാണ് ഈഗിള്. സോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഞങ്ങൾ ആ ഈഗിളിൻ്റെ അടുത്ത്, വലിയൊരു ഈഗിളിൻ്റെ അടുത്ത് വന്നപ്പോൾ മുതൽ എല്ലാവരും പറയുന്നുണ്ട് ഈഗിളിൻ്റെ അടുത്ത് പോകണം, ഈഗിളിൻ്റെ അടുത്ത് പോകണമെന്ന്. അത് ഞങ്ങൾ ഇന്ന് സാധിക്കാൻ പോവാണ്. ഖാമ
ഒരു രസകരമായിട്ടുണ്ട്, നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ അത്. നല്ല രസകരമായിട്ട് നമ്മുടെ ഹോട്ടൽ ഇവിടുന്ന് കാണാം. അതായിരുന്നു നമ്മുടെ ഹോട്ടൽ. ഇത് കണ്ടോ മഹാ ടവർ, അത് അടിപൊളിയാണ്. യെസ്, അങ്ങനെ നമ്മളുടെ ലങ്കാവി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്റൽമണിയോടൊപ്പം ഉള്ള ഒരു ഗംഭീര ട്രിപ്പായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ലങ്കാവിയിൽ വരാൻ തോന്നുള്ളൂ, അതിൽ കൂടുതൽ തോന്നാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും ബൈ ബൈ പറയുന്നു. എന്നോടൊപ്പം എൻ്റെ ഫുൾ ടീമുണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ ഒന്നും പറയാനില്ല. ടാറ്റാ, ബൈ 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 ബൈ.